എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തമ്പനയിൽ കണ്ടപ്പോഴേ മനസ്സിലായി കാണും, അടിപൊളിയൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. ബിഗിനേഴ്സിനാണെങ്കിലും ഒട്ടും ഫ്ലോപ്പ് ആവാതെ സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെയാണ് ചെയ്യുന്നത്. മിക്കവാറും നമ്മളിവിടെ വീട്ടിൽ വെറുതെ ഉണ്ടാക്കുന്നൊരു സംഭവമാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. എൻ്റേതായ ഒരു സ്റ്റൈലാണ് കേട്ടോ. ഇതുപോലെ തന്നെ വെക്കുന്നവരുണ്ടാവും. എന്തായാലും നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടിട്ട് വരാം. ചിക്കൻ വലിയ പീസസ് ആക്കി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, നല്ല ജീരകം വറുത്ത് പൊടിച്ചത് 1 ടീസ്പൂൺ, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയാണ് ചേർത്തിരിക്കുന്നത്. ബിരിയാണി മസാല ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ഗരം മസാല എടുത്താൽ മതി. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ്ക്ക് പകരം വെളിച്ചെണ്ണ എടുത്താലും മതി, ഏതായാലും പ്രശ്നമില്ല. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് നാരങ്ങ നീര് എടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചിക്കനിൽ നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് വെക്കാം. ഇത് നമുക്ക് തലേദിവസം ചെയ്ത് ഫ്രിഡ്ജ് വെച്ചാൽ മതി, അപ്പോൾ എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 3 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ജീരകശാല അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി ഒരു 20 മിനിറ്റ് നമ്മളിതൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുന്നവർക്ക് മനസ്സിലാകും, ഞാൻ ഈ ഒരു പാത്രം തന്നെയാണ് എല്ലാത്തിനും യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ പാത്രം കഴുകാനുള്ള മടിയാണ് മെയിനായിട്ട്, പിന്നെ നമുക്ക് ചെയ്യാനുള്ള എളുപ്പം കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ആ പാത്രം ചൂടായപ്പോഴത്തേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾക്ക് സാധാരണ ഏതെങ്കിലും ഓയിൽ ചേർക്കണമെങ്കിൽ അത് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ നല്ല ജീരകം, പെരിഞ്ജീരകം, കറുവാപ്പട്ട, ഗ്രാമ്പു, 1 ബേ ലീഫ്, 2 ഏലക്ക, ഇത്രയാണ് ഞാനിവിടെ ഇതിനകത്തേക്കിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് പോകുന്നത്. കൂട്ടത്തിൽ ഞാൻ 1 മാഗി ക്യൂബ് കൂടെ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ചേർക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് ഞാനിതിലേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി എടുത്തില്ലെങ്കിൽ ഇച്ചിരി മുഴുത്ത സവാളയാണെങ്കിൽ 1/4 ഭാഗം എടുത്താൽ മതി കേട്ടോ. അത് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊന്നിട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാടങ്ങ് ബ്രൗൺ കളറൊന്നും ആവണ്ട. ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 1 ക്യാരറ്റിൻ്റെ 1/4 ഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത്രത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. നന്നായിട്ടൊരു ഇച്ചിരി മുഴുത്ത ക്യാരറ്റായിരുന്നു, അതിൽ 1/4 ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അളന്ന് നോക്കുവാണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും, അത്രയും മതി. അപ്പോൾ ഞാൻ ആ മാഗിയുടെ ക്യൂബും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി കുതിരാനിട്ടിരുന്ന അരി ഉണ്ടല്ലോ, അത് നെറ്റിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ. അപ്പോൾ വെള്ളമെല്ലാം വാർന്നു പോയിട്ടുണ്ട്. ഈ അരി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മൾ ഇത് ചെയ്യാനായിട്ട് തുടങ്ങുമല്ലോ, നെയ്യ് ഒഴിച്ച് മസാലകൾ വാട്ടുന്ന ആ സമയത്ത് തന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണം. ഒന്നുകിൽ സ്റ്റൗവിൽ വെക്കുക, അല്ലെങ്കിൽ കെറ്റിലോ അല്ലെ ഏത് ഓപ്ഷനാണോ നിങ്ങൾക്കുള്ളത് ആ രീതിയിൽ വെള്ളം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഞാനിവിടെ 3 കപ്പ് അരിയാണ് എടുത്തിരുന്നത്. അപ്പോൾ ഞാൻ 6 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അളന്ന് തന്നെ അരി എടുത്ത കപ്പിൽ തന്നെ അളന്ന് എടുത്ത വെള്ളമാണ്, അതും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അരി വാടിപ്പോവാതെ നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും. കൂട്ടത്തിൽ ഞാൻ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 മുറി നാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കിത് വെന്ത് കിട്ടും, നന്നായിട്ട് വറ്റി കിട്ടും. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. അരി കറക്റ്റ് പാകത്തിന് ഒട്ടും കട്ടയില്ലാതെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു അരിമണിയിൽ തൊടൂല, അതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ചൂടോടായതുകൊണ്ടാണ് നമ്മൾ ഇടുമ്പോഴത്തേക്കിന് ഇങ്ങനെ ചെറിയ കട്ട പോലെയൊക്കെ തോന്നുന്നത്. തണുത്ത് കഴിയുമ്പോൾ നല്ല വിട്ട് തന്നെ കിടക്കും. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില കൂടെ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെക്കുകയാണ്. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. അപ്പം അതിനകത്തുള്ള ആ ഒരു ബാക്കിയുള്ള വാട്ടർ കണ്ടൻറ്റും കൂടെ നന്നായിട്ടങ്ങ് അരി അബ്സോർബ് ചെയ്തെടുത്തോളും. അതിനുശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. വീണ്ടും ഞാൻ ആ പാത്രം തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിലെ ചോറൊന്ന് മാറ്റി വെച്ചിട്ടേ ഉള്ളൂ, കഴുകിയിട്ടൊന്നുമില്ല. 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ നിറച്ചൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഒരു പാകത്തിന് എത്ര വറുത്തെടുക്കാൻ വേണോ അതിനനുസരിച്ചിട്ട് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ അതിലേക്ക് കാഷ്യൂസും റൈസിൻസും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം കാഷ്യൂസ് ഇട്ട് കൊടുത്ത് ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് റൈസിൻസും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്.
ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് കോരി മാറ്റാം. ഇനി ഈ പാത്രത്തിലേക്ക് തന്നെ ആവശ്യത്തിനുള്ള സവാള കൂടി വറുത്തെടുക്കാം. അപ്പോൾ നിങ്ങൾ സാധാരണ സവാള എടുക്കുകയാണെങ്കിൽ ആവശ്യത്തിനുള്ള നെയ്യോ എണ്ണയോ എന്താ ഒഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഒഴിച്ചിട്ട് വറുത്തെടുത്തോളുക. ഞാനിവിടെ ഫ്രൈഡ് ഒനിയനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാക്കി വന്ന ആ നെയ്യിൽ തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് ഇങ്ങനെ മാറ്റി വയ്ക്കുകയാണ്. ഇനി വറുക്കേണ്ട ആവശ്യം നമുക്കില്ല, ഇത് ഓൾറെഡി വറുത്തതാണല്ലോ. അപ്പോൾ ഒന്ന് ചൂടാക്കിയിട്ട് ഇങ്ങനെ കോരി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി അതേ പാനിലേക്ക് തന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ട്, വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ്. എല്ലാം ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചിക്കൻ കേട്ടോ. അത് ഒരു വശം ഒന്ന് പകുതി വേവുമ്പോഴത്തേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് നമ്മൾ അല്ലാതെ കഴിക്കാൻ ഫ്രൈ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അതേ എണ്ണയിലേക്ക് മസാലകൾ ഇടാം. പെരിഞ്ജീരകം, കറുവാപ്പട്ട, തക്കോലപ്പൂവ്, ഗ്രാമ്പു, ഏലക്ക, പിന്നെ ഒരു ബേ ലീഫ്, ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ആ എണ്ണയിലേക്കിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ എണ്ണ കൂടുതൽ നമ്മൾ ചിക്കൻ വറുത്തതിൻ്റെ ഉണ്ടെങ്കിൽ കുറച്ചെടുത്തങ്ങ് മാറ്റി വയ്ക്കുക. അപ്പോൾ ഈ മസാല ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 2 മീഡിയം സൈസ് സവാള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അത് ഏകദേശം ഒരു 1-1.5 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് മതി. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ചിക്കൻ്റെയും സവാളയുടെയൊക്കെ അളവനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ആ പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു പച്ച മണം ഉണ്ടല്ലോ അതൊന്ന് മാറി വരുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല പഴുത്ത തക്കാളി ഒരെണ്ണം മീഡിയം സൈസാണ് എടുത്തിരിക്കുന്നത്, അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുതിനയില ഒരുപാട് കൂടി പോകണ്ട, മല്ലിയിലയുടെ അളവായിരിക്കണം കൂടുതൽ നിൽക്കേണ്ടത്. അപ്പോൾ അത് രണ്ടും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബിരിയാണി മസാല ഇല്ലെങ്കിൽ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ആ പൊടിയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കൂട്ടത്തിൽ നമ്മുടെ ഈ ഒരു മസാല കുറച്ചൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ നിങ്ങൾ കണ്ടതാണല്ലോ വറുത്തെടുത്തത് എങ്ങനെയാണെന്ന്. അപ്പം ഫുള്ളായിട്ട് ഇത് കുക്കായിട്ടുണ്ടാവുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പം ഇതിൻ്റെ മസാല നന്നായിട്ട് തിക്കാവുകയും ചെയ്യും, ചിക്കൻ ബാക്കി വേവാനുള്ളത് വേവുകയും ചെയ്യും. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി കുറച്ച് കുക്കാവാനുള്ളത് ഈ ചിക്കനെല്ലാം നന്നായിട്ട് കുക്കായിട്ടുമുണ്ട്. അപ്പോൾ നല്ല മസാല, നല്ല ഫ്ലേവറാണ് കേട്ടോ ഇതിന്. നല്ല ഒരു ഇതിങ്ങനെ തുറക്കുമ്പോഴത്തേക്ക് നല്ല ആ മസാലയുടെയും പിന്നെ ആ ചിക്കൻ്റെയും ആ വെളിച്ചെണ്ണയുടെയൊക്കെ നല്ലൊരു മണമാണ്. അപ്പോൾ നമ്മുടെ മസാല എല്ലാം സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന റൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലെയറായിട്ട് ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. ഒരു ലെയർ ഇട്ടിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടു, വീണ്ടും ചോറിട്ടു, അതിനുശേഷം വീണ്ടും നമ്മൾ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ട് അടച്ചു വെച്ച് ഒരു 5 മുതൽ 10 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് ദം ചെയ്തെടുക്കുകയാണ്. നല്ല സൂപ്പർ ബിരിയാണിയാണ് കേട്ടോ, ഒട്ടും ഫ്ലോപ്പ് ആവത്തില്ല. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നിങ്ങൾക്ക് ആ ടേസ്റ്റ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഇതേപോലെ അല്ല ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്ന രീതി ഒന്ന് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു.